ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിജിത്താമ്മനോട് സിസ്റ്റർ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിജിത്താമ്മ ചോദിക്കുകയാണ്, മോളെ എൻ്റെ മോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ മോൾ എവിടെയും ചോദിക്കുമ്പോൾ അമ്മച്ചിയുടെ മോളാണോ അത്? അതെ. അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് ഒരുപാട് മക്കളുണ്ട്, 36 മക്കളുണ്ട്, വയസ്സായവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അതൊക്കെ അമ്മച്ചിയുടെ മക്കളാണോ? അതെ. എന്തായാലും അമ്മച്ചിയുടെ മോൾ അവിടെ ലാബിൻ്റെ അവിടെ നിന്ന് കരയുന്നുണ്ട് എന്ന് പറയും. കരയുന്നു? എന്തിന്? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടാവും എന്ന് പറയുകയാണെ. അപ്പോൾ ഞാനെന്നാൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ഡോക്ടർ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അമ്മച്ചിനെ കുറിച്ച് ഞാൻ സിസ്റ്റർ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞൊരു സമയത്ത് മോളും അതുപോലെ തന്നെ ഭർത്താവും ഒക്കെ മരിച്ചുപോയി. അത്രയും വലിയ ദുരന്തങ്ങളൊക്കെ താങ്ങിയ ഒരാളല്ലേ. അതുകൊണ്ട് തന്നെ അമ്മച്ചിനോട് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. അമ്മച്ചിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ക്രോണിക് ലിവർ ഡിസീസാണ് അമ്മച്ചിക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രിജിത്താമ്മ ഒന്ന് ഞെട്ടാണ്. ഇനിയിപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താമെന്നല്ലാതെ വേറൊരു വഴിയുമില്ല. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ വേണമെന്ന് പറയാം കേട്ടോ. 30 ലക്ഷം രൂപ എന്ന് ചോദിക്കുകയാണ് ബ്രിജിത്താമ്മ. അതെ. പിന്നെ എത്ര വേണ്ടി വരും? അപ്പോൾ ചികിത്സയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ എത്ര നാൾ ആയുസ് നീട്ടിക്കിട്ടും എന്ന് ബ്രിജിത്താമ്മ ചോദിക്കണം. അതങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല മരുന്നൊക്കെ കഴിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്ന് പറയാം കേട്ടോ. 35 ലക്ഷം രൂപയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബ്രിജിത്താമ്മ. പിന്നീട് അലീന ബ്രിജിത്താമ്മനെയും കൊണ്ട് അനാഥാലയത്തിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. അതേ അലീനോട് ചോദിച്ചു നോക്ക്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളല്ലേ ഇവൾക്ക് ചോദിക്കാൻ മനസ്സിലാവും. എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അലീന പറയും, അമ്മച്ചിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വേറെ മമ്മിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വേഗം തന്നെ ശരിയാവും. അപ്പോൾ ബ്രിജിത്താമ്മനെ പിടിക്കാൻ പോകുമ്പോൾ ഇനി എന്നെ ആരും പിടിക്കൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് നടക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നീട് കുറച്ച് ബില്ലുകളും കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി കൊണ്ടുകൊടുക്കുകയാണ്. അത് കാണിച്ച് നോക്കിയിട്ട് പറഞ്ഞിട്ട്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇത്രയും പൈസ ഒക്കെ ഹോസ്പിറ്റലിൽ ചിലവാക്കിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മമ്മിക്ക് അസുഖങ്ങളുള്ളതല്ലേ, മമ്മി ചികിത്സിക്കണം, ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. പക്ഷേ ഇവിടെ തന്തേവാസികൾ ഒരാഴ്ച ഭക്ഷണം കഴിക്കേണ്ട പൈസയല്ലേ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്. എന്നിട്ട് ഇങ്ങനെ എന്ന് പറയാണ്, കണ്ട 12,535 രൂപയായി ായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് തിരിച്ചു പിടിക്കാന്നൊക്കെ പറയുകയാണേ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ അലീനയുടെ അടുത്ത് വന്നിട്ട്, മോളെ ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞതല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്, ഇത്രയും പൈസ ഒന്നും കൊണ്ട് കളയേണ്ട കാര്യമില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, മമ്മീനെ ചികിത്സിക്കണം, മമ്മീനെ ചികിത്സിച്ച് മമ്മീനെ ഭേദമാക്കണം, മമ്മി ഉണ്ടെങ്കിൽ ഞങ്ങളുള്ളൂ എന്ന് പറയണേ. അപ്പോൾ പറയും, മോളെ 30 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് എടുക്കും? അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ഞങ്ങൾ വീട് വിടാതെ തെണ്ടിയിട്ടായാലും ആ പൈസ ഒപ്പിക്കാം. അങ്ങനെയല്ലേ മോളെ നമ്മൾ ജീവിതം തള്ളി നിൽക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇനി ആ പൈസയുടെ കാര്യം എങ്ങനെ ഉണ്ടാക്കാനാണ്? ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ഉറപ്പൊന്നുമില്ലല്ലോ. എന്തായാലും എൻ്റെ രോഗത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നേക്കി എന്ന് പറയുകയാണെ. അതിനുശേഷം അലീനയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടപ്പ് രോഗികളൊക്കെ കൊണ്ട് കിഴിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രിജിത്താമ്മ അവർക്കൊക്കെ മരുന്നൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിന്നിമോളുടെ പിന്നിൽ കൂടെ നടന്ന് ചിന്നിമോളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അലീനയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിച്ചം വന്ന ഭക്ഷണം എടുത്തിട്ട് പട്ടികൾക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ഓഹരി നിങ്ങൾക്ക് തരുന്നതാ, ഇനി എന്തായാലും ഇല്ല കേട്ടോ. കഴിഞ്ഞതിന് ശേഷം പട്ടികൾ പോകാതായി അലീന പറയുകയാണ്, ഇനി രാത്രി വായോ, രാത്രി ഞങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, ഞങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്നൊക്കെ പട്ടികളോടൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. പട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പട്ടികളൊക്കെ തിരികെ പോവുകയാണ്. പിന്നീട് രാത്രി രേവതിക്കുട്ടി ബ്രിജിത്താമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് കൊടുക്കുമ്പോൾ താങ്ക്സ് പറയാം കേട്ടോ. മമ്മി എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇതൊക്കെ എൻ്റെ കടമയല്ലേ. അല്ല മോളെ, ഒന്നും നമ്മളുടേതല്ല, നമ്മൾക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കണം, നമ്മൾ നന്ദി പറയണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണേ. അതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഞാനില്ലാതെ ആയാലും മോള് അലീനനെ നന്നായിട്ട് നോക്കിക്കൊള്ളാം, അലീനയുടെ കൂടെ തന്നെ ഉണ്ടാവണം, ഞാൻ പോയാലും എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് രേവതിക്കുട്ടിക്ക് സങ്കടമാവാണേ. അലീന എവിടെയും ചോദിക്കും, കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വരാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വരും എന്ന് പറയുന്നത്. അപ്പോഴേക്കും അലീന വരികയാണേ. അലീന അവനോട് ചോദിക്കും, നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു മമ്മി പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടു കൂടിയിട്ട് വേണം കേൾക്കാനായിട്ട്. ഇന്നിവിടെ 36 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, അതിൽ നീയും ഞാനും ഒക്കെ പെടും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അത്ര സീരിയസ് ആയിട്ട് അത്ര ഗൗരവത്തോടു കൂടി വേണം നിങ്ങൾ രണ്ടുപേരും എടുക്കാൻ എന്ന് പറയുകയാണേ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.